12ാമത്തെ വർഷം ഞാൻ ഈ ബിസിനസ് വരുന്നേക്കാൾ മുന്നേ ചെയ്തിരുന്ന മേഖല എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയായിരുന്നു. ആയുർവേദ സിദ്ധ മെഡിസിൻസിൻ്റെ മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ്. അത് തമിഴ്നാട് മധുരടുത്ത് കാരൈക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഡോക്ടേഴ്സുമായി ചേർന്നുള്ള ഒരു സംരംഭമായിരുന്നു. വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഡയനേറ്റ് ഇല്ലാതെ ഫുൾ ടൈമറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈം. കേരളം, തമിഴ്നാട്, കർണാടക 3 സ്റ്റേറ്റിലും ത്രൂ ഔട്ട് മെഡിസിൻസ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഫുൾ ടൈമറായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും അവിടെ ലഭിച്ചിരുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ആകുന്നില്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ സാധാരണക്കാരാണ്. ഞാനും വളരെ സാധാരണ ലെവൽ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, നമ്മുടെ കടമകൾ, കമ്മിറ്റ്മെന്റ്, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ അവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ആ എക്സ്പെൻസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനേ കഴിയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ അതുകൊണ്ട് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, അതിനെന്താ മാർഗം ചിന്തിക്കുന്നത്. അതിനൊരു അഡീഷണൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്റർനാഷണൽ ലീഡർ ശ്രീ സജി പാറക്കൽ സാറും നമ്മുടെ ഗ്രേറ്റ് ലീഡർ ശ്രീ അശോകൻ സാറും തൃശ്ശൂരിലെ എൻ്റെ ഓഫീസിൽ വരുന്നു, സംസാരിക്കുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരം വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരം, വളരെ വലിയ ചർച്ച എന്ന് പറയുന്ന രീതിയിൽ ഒട്ടനവധി നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനും പരമാവധി ചില കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന രീതിയിൽ ശ്രമം നടത്തി. പക്ഷെ ഏതൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും, സംശയങ്ങൾ പറഞ്ഞാലും, ചോദ്യങ്ങൾ ചോദിച്ചാലും അവർക്ക് കറക്റ്റായ ഉത്തരങ്ങൾ തന്ന് അവരെന്നെ ബോധ്യപ്പെടുത്തി, ശ്രീനിവാസൻ, നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവം തന്ന വഴിയാണ് മൈ ലൈഫ് മാർക്കറ്റിംഗ്. ആ ഒരു ബോധ്യപ്പെടലോടുകൂടി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിലും തുടക്കത്തിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് ആ ബിസിനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാർട്ട് ടൈമറായിട്ടാണ് മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിൽ കുറച്ചു കാലം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന പ്രവർത്തന സമയം കുറവായിരുന്നു, എൻ്റെ എഫേർട്ട് കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്രോത്തും വരുമാനം കുറവായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു ചെറിയൊരു ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്നത്. സത്യത്തിൽ ആ ട്രെയിനിങ് സെഷനിൽ ഞാൻ പങ്കെടുത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് ആയത്.